فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് അവനോട് ഏറ്റവും തഖ്വയുള്ളവരായി ജീവിക്കണം എന്നുണർത്തുകയാണ്. അല്ലാഹുവിൻ്റെ സന്നിധിയിലേക്ക് ഏതു നിമിഷവും ഈ ലോകത്തോട് വിട പറഞ്ഞ് യാത്ര പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന ചിന്തയും ബോധവും ഏതു സന്ദർഭത്തിലും നമ്മുടെ മനസ്സിൽ സജീവമായി ഉണ്ടാകണം. അതിനനുസൃതമായി ജീവിതത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി മുന്നോട്ട് നയിക്കണം എന്ന് പ്രത്യേകമായി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെയധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിക ശരീഅത്തിലെ വധശിക്ഷയും അതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങളുമൊക്കെ. ഇത്തരം സന്ദർഭങ്ങളിൽ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ വിശുദ്ധ ഖുർആനും സഹീഹായ ഹദീസുകളും ഇത്തരം വിഷയങ്ങളെ പറ്റി എന്താണ് നമ്മോട് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. വധശിക്ഷ എന്ന ഈ സാധാരണ ക്യാപിറ്റൽ പണിഷ്മെൻ്റ് എന്ന് പറയുന്ന വധശിക്ഷ അത് മനുഷ്യത്വത്തോട് യോജിച്ചതാണോ അല്ലേ എന്ന് ലോകത്തെ ഒരുപാട് രാജ്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും അത് മനുഷ്യത്വത്തോട് യോജിച്ചതല്ല. ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ നിന്ന് അവൻ എന്ത് കുറ്റം ചെയ്താലും ഏത് കുറ്റം ചെയ്താലും അവൻ ഈ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല, അവനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ പാടില്ല എന്ന് പറയുന്നവരാണ് പാശ്ചാത്യ രാജ്യങ്ങളിലെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യക്കുരുതി നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, അതിന് നേതൃത്വം നൽകുന്ന രാജ്യങ്ങളൊക്കെ അതിലെ ബഹുഭൂരിപക്ഷവും പലതും വധശിക്ഷ പാടില്ല, അത് വളരെ ക്രൂരമാണ്, അത് ശരിയല്ല എന്ന് പറയുന്ന വിഭാഗമാണ്. അതൊരു ഇരട്ടത്താപ്പായി തന്നെ നമുക്കത് മനസ്സിലാക്കാം. എന്നാൽ പരിശുദ്ധ ഇസ്ലാം അതിനെ സംബന്ധിച്ച് എന്താണ് പറയുന്നത് എന്നതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട കാര്യം. ഇസ്ലാം മതത്തിൽ വധശിക്ഷ എന്നത് ശരീഅത്തിലെ വളരെ അധികം ആവശ്യഘട്ടങ്ങളിൽ നടത്തേണ്ട ഒന്നാണ്. അത് എന്തുകൊണ്ടും അത് ഗുണകരമായ
എന്ന് മാത്രമല്ല, അത് ഒരു സൊസൈറ്റിയുടെ നിലനിൽപ്പിന് തന്നെ അത് ആവശ്യമാണ്. ഈ വധശിക്ഷ എന്നത് എടുത്തു കളഞ്ഞാൽ മറ്റുള്ളവരുടെ ജീവന് അത് അപകടമായിരിക്കും എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ള മനുഷ്യരെ, അഥവാ നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, ആലോചിക്കാൻ കഴിവുണ്ടെങ്കിൽ, ഈ പ്രതിക്രിയ എന്ന് പറയുന്നത് കൊന്നവനെ കൊല്ലുക എന്ന് പറയുന്ന തരത്തിലുള്ള പ്രതിക്രിയ എന്നത് അത് ഹയാത്താണ്. അത് നിങ്ങൾക്ക് ജീവൻ നൽകുന്ന ഒരു സംഗതിയാണ്. ഒരാളെ നമ്മൾ കൊല്ലുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിൻ്റെ ഫലമായി സൊസൈറ്റിയിലെ ഒരുപാട് ആളുകൾക്ക് ജീവൻ കിട്ടുന്ന ഒരു പദ്ധതിയാണത്. വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലക്കും തത്തഖൂൻ. സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരാണെങ്കിൽ, ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത് എന്നാണ് വിശുദ്ധ ഖുർആൻ ഈ വധശിക്ഷ എന്നുള്ളതിനെ സംബന്ധിച്ച്, പ്രതിക്രിയ എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നാൽ ഒരു മനുഷ്യൻ എന്നല്ല, ഒരു ജീവിയെപ്പോലും അനർഹമായി കൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ഒരു മതമാണ്. വലാ തഖ്തുലു നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അള്ളാഹു പവിത്രമാക്കി വെച്ച ഒരു ജീവനെയും അത് ന്യായമായ ഒരു കാര്യം കൊണ്ടല്ലാതെ നിങ്ങൾ ഒരിക്കലും കൊല ചെയ്യരുത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു അൽ ഇസ്രായിൽ നമ്മോട് ഉണർത്തുന്നുണ്ട്. ഇത് സാധാരണ മനുഷ്യർക്ക് മാത്രം ബാധകമായ കാര്യമല്ല, ഒരു ജീവിയെ. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം ഉപദ്രവകാരികളായ ജീവികളെ മാത്രമേ നമുക്ക് കൊല്ലാൻ അവകാശമുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ഭക്ഷ്യയോഗ്യമായ ജീവികൾ, നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന അത്തരം ജീവികളെ നമുക്ക് കൊല്ലാം. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ ജീവികളെ നമ്മൾ ബലിയായും അല്ലാതെയുമൊക്കെ നമുക്ക് ഭക്ഷിക്കാൻ വേണ്ടി കൊല്ലാം. അല്ലാത്ത കാര്യങ്ങൾക്ക് നിങ്ങൾ ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കുറച്ച് കുട്ടികൾ ഒരു ചെറിയ ഒരു കിളി, ഒരു പക്ഷിയെ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അതിനെങ്ങനെ നമ്മൾ സൂത്രം പിടിക്കുക എന്ന് പറയുമല്ലോ, അതിനെങ്ങനെ സൂത്രം പിടിച്ചിങ്ങനെ അമ്പെയ്യുന്ന രീതിയിൽ അവർ എന്തോ വസ്തു ഉപയോഗിച്ച് അതിനെങ്ങനെ എറിയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ശക്തമായി അവരോട് പറഞ്ഞു, ജീവനുള്ള ഒന്നിനെയും നിങ്ങൾ നിങ്ങളുടെ സൂത്രത്തിന് വിധേയമാക്കരുത്. സൂത്രം ഉണ്ടോ നോക്കാൻ വേണ്ടി ജീവനുള്ള ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അതിന് ഇതാക്കാൻ പാടില്ല. ചിലപ്പോൾ നമ്മളൊരു ചെറിയ ഒരു കാക്കയോ മറ്റോ ഒക്കെ ഒരു കൊമ്പത്തിരിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾ ഏറ് ശരിക്ക് കൊള്ളുമോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ എയർഗണ്ണുമായിട്ട് നടക്കുമ്പോൾ തിന്നാൻ വേണ്ടിയൊന്നുമല്ല, ഏതെങ്കിലും ഒരു പക്ഷിനെ കാണുമ്പോൾ തനിക്ക് നല്ല സൂത്രം ഉണ്ടോ നോക്കാൻ വേണ്ടി അതിനെ വെടിവെക്കുക എന്നൊക്കെ പറയണത് അത് ഹറാമായ കാര്യമാണ്, പാടില്ലാത്ത സംഗതിയാണ്. അത്രയും പവിത്രമാണ് ജീവൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഇസ്ലാം 4 മാസം കഴിഞ്ഞതിന് ശേഷം ഗർഭസ്ഥ ശിശുവിന് 4 മാസമാകുമ്പോൾ ഒരു ഗർഭസ്ഥ ശിശുവിന് ജീവൻ നൽകപ്പെടും. അത് കഴിഞ്ഞാൽ പിന്നെ 4 മാസം കഴിഞ്ഞാൽ പിന്നെ ഗർഭഛിദ്രം എന്ന് പറയുന്നത് അത് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ ഈ മാതാവിൻ്റെയൊക്കെ ജീവനൊക്കെ തടസ്സമാകുന്ന അല്ലെങ്കിൽ അത്തരം ഘട്ടങ്ങളിൽ മാത്രമേ പാടുള്ളൂ. അല്ലാത്ത രീതിയിൽ ഗർഭഛിദ്രം നടത്തിയാൽ അതൊരു കൊലപാതകത്തിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നതായി പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതൊക്കെ അതുകൊണ്ടാണ്. അതൊക്കെ ജീവന് നൽകുന്ന വിലയാണ്. ജീവനും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ ജീവനും അവൻ്റെ സ്വത്തിനും അഭിമാനത്തിനും ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അന്തിമ പ്രസംഗത്തിൽ ആ കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കഅബാലയത്തിൻ്റെ ഹറമിൻ്റെ പവിത്രത പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് ഏതൊരു ജീവന്റെയും ഏതൊരുത്തൻ്റെയും ജീവനും സ്വത്തും അഭിമാനവും ആ രീതിയിൽ പവിത്രമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിസ്ഥാനപരമായി ഈ ജീവൻ മറ്റൊരാളെ കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് വലിയ മഹാപാപ്പാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ മഹാപാപങ്ങളിൽ ഉൾപ്പെടുത്തിയ ഒന്നാണ് ഖത്ലുൻ നഫ്സ്, സബുൽ മുബിഖാത്ത് എന്നൊക്കെ പറയുന്ന വൻ പാപങ്ങളിൽ ഉൾപ്പെടുത്തിയതാണ് കൊലപാതകം എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു കാരണവശാലും ഒരു കൊലപാതകം എന്നത് ഒരു വിശ്വാസിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു
കാര്യമാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പല സ്ഥലങ്ങളിലും പറഞ്ഞു തരുന്നുണ്ട്. സൂറത്തുൽ നിസായിലെ 92-ാമത്തെ വചനത്തിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിനെ സംബന്ധിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് ഖുർആൻ അതിനെ പറ്റി പറഞ്ഞത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദി, ഒരാള് മറ്റൊരാളെ, അതായത് ഒരാളെ കൊന്നതിന് പകരമായി ഒരാൾ കൊല്ലപ്പെടുക, അതല്ലെങ്കിൽ നാട്ടിലെ വലിയ കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരാൾ, നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ച ആളുകൾ, അത്തരം ആളുകളെ അല്ലാതെ നിങ്ങൾ ആരെങ്കിലും ഒരാളെ നിങ്ങൾ കൊലപ്പെടുത്തിയാൽ സകല മനുഷ്യകുലത്തെയും അവൻ കൊന്നതിന് സമമാണത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, ജീവൻ നൽകുമ്പോൾ മനുഷ്യകുലത്തിന് ജീവൻ നൽകുന്നതിന് തുല്യമാണ്. അപ്പൊ ജീവൻ നൽകുക എന്നതാണ് ആത്യന്തികമായി ഒരു വിശ്വാസിയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. കൊലപാതകം നടത്തുക എന്നുള്ളതല്ല. കൊലപാതകം എന്നത് അനിവാര്യമായ ചില ഘട്ടങ്ങളിൽ ശറഅ് അനുവദിച്ച സന്ദർഭത്തിലെ വധം എന്ന് പറയുന്നതും ആ സർക്കാർ ചെയ്യേണ്ട സംഗതി സർക്കാർ ചെയ്യേണ്ടതാണ്. വ്യക്തികൾ ഇങ്ങനെ കൊല ചെയ്യുക അല്ലെങ്കിൽ വധിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു പരിപാടി തന്നെ യഥാർത്ഥത്തിലില്ല. പിന്നെ എന്നാൽ സ്വാഭാവികമായും ചിലപ്പോൾ അബദ്ധത്തിൽ ഒരാൾ കൊല ചെയ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാം. അങ്ങനെ പല സംഭവമുണ്ട്. അതിനൊക്കെ എന്ത് ചെയ്യണം, പ്രായശ്ചിത്തം ചെയ്യണം എന്നൊക്കെ വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ ഓതിയത് സൂറത്തുൽ ബഖറയിലെ 178-79 വചനങ്ങളാണ്. അതിൽ പറയുന്ന യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിയാസു ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ ഒരു ബാധ്യതയാണ്. അതാണ് ഇസ്ലാമും മറ്റു മതങ്ങളുമായിട്ടുള്ള ഒരു വ്യത്യാസതാണ്. ഇസ്ലാമിൽ ഒരാൾ ബോധപൂർവം മറ്റൊരാളെ കൊന്നതാണ് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ വധിക്കപ്പെടണം. അത് തെളിയിക്കുക എന്നത് മാത്രമാണ് അവിടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് യഥാർത്ഥത്തിൽ ബോധപൂർവം കൊല ചെയ്തതാണോ അല്ലേ എന്ന് തെളിയിക്കുക മാത്രമാണ് കോടതിയുടെ മുന്നിലുള്ള കാര്യം. അത് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ തീരുമാനമെടുക്കേണ്ടത് നമ്മുടെ സർക്കാർ തീരുമാനമെടുക്കേണ്ട വിഷയമല്ല. നമ്മുടെ നാട്ടിലും മറ്റു നാടുകളിലൊക്കെ ഒരാൾ കൊലപാതകം ചെയ്തു എന്ന് തെളിഞ്ഞു, അയാൾക്ക് ശിക്ഷ വിധിച്ചു, അയാൾ കൊല ചെയ്യപ്പെടേണ്ടതാണ്, അയാളെ വധിക്കേണ്ടതാണ് എന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസ് കൊടുക്കുന്നത് അത് നമ്മളുടെ പ്രസിഡന്റിന് വേണമെങ്കിൽ ദയാഹർജി കൊടുക്കാം. പ്രസിഡന്റാണ് അയാളെ വധിക്കണോ വധിക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അവിടെയാണ് ഇസ്ലാമും അതുപോലെ മറ്റു നിയമങ്ങളും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ, ഒരാൾ വധശിക്ഷ വിധിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വിധിക്കപ്പെട്ട വധശിക്ഷയിൽ നിന്ന് ഈ പ്രതി രക്ഷപ്പെടണമെങ്കിൽ അത് പ്രസിഡന്റ് വിചാരിച്ചിട്ട് കാര്യമില്ല, ഭരണകൂടം ഒന്നാകെ വിചാരിച്ചിട്ടും യാതൊരു കാര്യമില്ല. ഇതിന് ഈ വധശിക്ഷ കൊണ്ട് വേദന അനുഭവിക്കുന്ന ഇതിലെ ഇരകളായി തീർന്ന അവരുടെ അനന്തരാവകാശികൾ, കുടുംബമാണ് ഇയാൾക്ക് മാപ്പ് കൊടുക്കണോ, ഇയാൾക്ക് ദയാ ഹർജി കൊടുക്കേണ്ടത് എവിടെയാണ്? ഈ കുടുംബത്തിൻ്റെ കയ്യിലാണ് ദയാഹർജി കൊടുക്കേണ്ടത്. ആ കുടുംബക്കാർക്ക് അവർ പരിശോധിച്ചിട്ട് അയാൾക്ക് മാപ്പ് കൊടുക്കാം. അത് മാപ്പ് കൊടുക്കുന്നില്ലെങ്കിൽ ആ മാപ്പിന് അവർക്ക് പകരമായിക്കൊണ്ട് ദിയാധനം വാങ്ങാം. അതിന് നഷ്ടപരിഹാരം വാങ്ങിയിട്ട് തൻ്റെ കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട തൻ്റെ കുടുംബനാഥൻ കൊല ചെയ്യപ്പെട്ടു, മറ്റൊരാളെ കൊണ്ട് ബോധപൂർവം അയാളെ മറ്റൊരാൾ കൊന്നു. അപ്പോൾ ആ കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടവും ഇതിനുണ്ടാകുന്ന മാനസികവും അതുപോലെ ശാരീരികവും ആയിട്ടുള്ള സാമ്പത്തികവുമായിട്ടൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാവില്ല. ഒരു കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ഈ പരിശുദ്ധ ഇസ്ലാം അതിന് നഷ്ടം നൽകാൻ ഈ കൊലയാളിയുടെ കുടുംബം തയ്യാറായാൽ വേണമെങ്കിൽ, അതൊരു ഓപ്ഷനാണ്, വേണമെങ്കിൽ ഈ കുടുംബത്തിന് അവർക്ക് മാപ്പ് കൊടുക്കാം. അല്ലാതെ സർക്കാരിനോ കോടതിക്കോ പ്രസിഡന്റിനോ പ്രധാനമന്ത്രിക്കോ ഒന്നും അതിൽ പിന്നെ യാതൊരു ചോയ്സും അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുക്കാനുള്ള അവകാശവും ഇസ്ലാം നൽകുന്നില്ല. അതാണ് വിശുദ്ധ ഖുർആൻ പിന്നെ പറയുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞത് അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി വൽ ഉൻസാ ബിൽ ഉൻസാ. അതാണ് ഇതിന്റെ നീതി എന്ന് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്
ഈ ഒരു സ്ത്രീ മറ്റൊരാളെ കൊന്നാൽ ആ സ്ത്രീനെ കൊല്ലൂല. ഒരു സ്ത്രീയല്ലേ, ദുർബലയല്ലേ, അതുകൊണ്ട് അതിൻ്റെ ഭർത്താവിനെ പോയി കൊല്ലും. മക്കളാരെങ്കിലും ഒരാളെ കൊന്നാൽ വാപ്പാനെ പോയി കൊല്ലും. ഗോത്രത്തിൽ ഏതെങ്കിലും ഒരാൾ ചെന്നാൽ ഗോത്ര തലവനെ പോയി കൊല്ലും. അടിമ ഏതെങ്കിലും ഒരാളെ കൊല്ലപ്പെടുത്തിയാൽ ആ അടിമന്റെ ഉടമയെ പോയി കൊല്ലും. അങ്ങനെ കൊല ചെയ്തവനെ കൊല്ലുക എന്ന ഒരു രീതിയല്ല ജാഹിലിയ കാലത്ത് നിലനിന്നിരുന്നത്. അത് ഖുർആൻ തിരുത്തി. അത് പറ്റില്ല. ആരാണോ കൊലപാതകം നടത്തിയത് അയാൾ മാത്രമേ വധശിക്ഷയ്ക്ക് വിധേയനാകേണ്ടതുള്ളൂ. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞാൽ ഹുർറു ബിൽ ഹുർരി, സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രനെ തന്നെ കൊല്ലണം. വൽ അബ്ദു ബിൽ അബ്ദി, അടിമയാണെങ്കിൽ അത് അടിമയല്ലേ, അത് ഇനി സാരല്ല എന്ന് വിചാരിക്കാൻ പറ്റൂല. അൽ ഉൻസ ബിൽ ഉൻസ, അതുപോലെ പെണ്ണാണ് കൊലകുറ്റം ചെയ്തതെങ്കിൽ ആ പെണ്ണിനെ തന്നെയാണ് കൊല്ലേണ്ടത്. അല്ലാതെ അതിൻ്റെ മാതാപിതാക്കളെയോ മക്കളെയോ ഭർത്താവിനെയോ ഒന്നുമല്ല കൊല ചെയ്യേണ്ടത് എന്നുള്ളതാണ്. എന്നിട്ട് ഖുർആൻ നൽകുന്ന ഒരു കാര്യമാണ്, അതിനെപ്പറ്റി ഖുർആൻ പറയണത് ദാലിക തഖ്ഫീഫും മിർ റബ്ബിക്കും റഹ്മ, അള്ളാഹുവിങ്കൽ നിന്നുള്ള നിങ്ങൾക്ക് ഉള്ള ഒരു കാരുണ്യത്തിൻ്റെ ഒരു വശമാണത് എന്ന് പറഞ്ഞുകൊണ്ട് പറയാനെന്ത്, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, തൻ്റെ സഹോദരന് എന്തെങ്കിലും വിട്ടുചീഴ്ച ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, ആ വിട്ടുവീഴ്ച ചെയ്തതിന് അല്ലെങ്കിൽ നഷ്ടപരിഹാരം നിശ്ചയിച്ചതിന് അത് നിങ്ങൾ മാന്യമായി നിങ്ങളത് കൈകാര്യം ചെയ്യണം. നഷ്ടപരിഹാരം പറഞ്ഞാൽ അത് നൽകണം. ആ രീതിയിൽ ഖുർആൻ ആ കാര്യം മാപ്പ് കൊടുക്കാനുള്ള അവകാശം ഈ കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിനാണ് നൽകിയിട്ടുള്ളത്. മാപ്പ് കൊടുക്കാനുള്ള അവകാശം കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിനാണ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ കൊല്ലപ്പെട്ട വ്യക്തികൾക്ക് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഒരു പ്രതിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ കുടുംബത്തിൻ്റെ മുമ്പിലുള്ള ഏക പോംവഴി ആ കൊല ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അതിന് ഇരയായ കുടുംബത്തിൻ്റെ അവരെ പോയി സമീപിക്കുക എന്നുള്ളത് മാത്രമേ പിന്നെ ഇസ്ലാമിൽ പോംവഴിയുള്ളൂ. അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള പശ്ചാത്തലത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, കേരളത്തിൽ നിന്നുള്ള ഒരു മലയാളിയായ ഒരു നേഴ്സ് യമനിൽ പോയി ജോലി ചെയ്യവേ അവിടെ ഒരു കൊലപാതകം, വളരെ ക്രൂരമായ പച്ചയായ ഒരു കൊലപാതകം നടത്തുകയും അതിന് ആ സ്ത്രീക്ക് വധശിക്ഷ കോടതി വിധിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ ഇനി അവരെ കുടുംബത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നത് ഒരു വഴി മാത്രമേ ഉള്ളൂ. ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തോട് നമുക്ക് മാപ്പ് തരണം എന്ന് പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ നഷ്ടപരിഹാരം തരാം, നിങ്ങൾ മാപ്പ് തരണം എന്ന് പറയാം. മാപ്പ് രണ്ട് രീതിയിൽ ചെയ്യാം. വെറുതെ മാപ്പ് കൊടുക്കാം, ഒന്നും സ്വീകരിക്കാതെ, അതല്ലെങ്കിൽ നഷ്ടപരിഹാരം സ്വീകരിച്ചുകൊണ്ട് മാപ്പ് കൊടുക്കാം. അപ്പം അതുകൊണ്ട് ആ കുടുംബം ഇതിനു വേണ്ടി ശ്രമിക്കുന്നതിന് ആര് മുഖേന ഇതിനു വേണ്ടി ശ്രമിക്കുകയാണെങ്കിലും ആ കുടുംബത്തെ അതിൽ നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കുടുംബത്തിലെ ഒരു അംഗം, ആ അംഗത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ടിട്ട് ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്ന ഒരു വശം അവിടെ ഉണ്ട്. ഇസ്ലാമിക ശരീഅത്ത്, ആ നാട്ടിലെ നിയമവ്യവസ്ഥ അനുവദിച്ച നിയമപരമായി തന്നെ നിയമവ്യവസ്ഥയിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഒരു സംഗതിയാണ് ആ കുടുംബത്തോട് മാപ്പപേക്ഷിക്കുക എന്നത്. അപ്പം അവർക്കത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ മാപ്പ് അപേക്ഷിക്കാൻ ആരെ ഉപയോഗപ്പെടുത്തിയാലാണ് ആ മാപ്പ് കിട്ടാൻ സാധ്യത എന്നൊക്കെ അവർക്ക് അന്വേഷിക്കാം. അവരത് ഉപയോഗപ്പെടുത്തി മാപ്പ് അന്വേഷിക്കുകയും അതിന് വേണ്ട രീതിയിൽ സർക്കാരിനെയോ കേന്ദ്ര സർക്കാരിനെയോ അതുപോലെ തന്നെ നമ്മുടെ എംബസിയെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലെ അംഗത്തിന് മാപ്പ് കിട്ടണം. അത് കുടുംബത്തോട് അതിനെപ്പറ്റി സംസാരിക്കാൻ അവർക്ക് തീർച്ചയായും ഇസ്ലാം അനുവദിച്ച അനുവാദമുണ്ട്. ആ അനുവാദം അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ മാപ്പിന് വേണ്ടി അപേക്ഷിക്കുകയും അതിനു വേണ്ടിയുള്ള നെഗോസിയേഷനുകൾ നടക്കുകയും ചെയ്യുന്നതിൽ ഒരു അസ്വാഭാവികതയില്ല. അത് സ്വാഭാവികമായി നടക്കാവുന്ന ഒരു കാര്യമാണ്. ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണത് എന്ന് നമ്മൾ അതിനെ പറ്റി അങ്ങനെ തന്നെ അത് മനസ്സിലാക്കണം. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അതാണ് അതിൽ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വിഷയം ഇതിലുണ്ട്. ഇതിൽ ഇങ്ങനത്തെ ഇത്രയും ക്രൂരമായി നടന്ന കൊലപാതകങ്ങളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ നമ്മളുടെ മറ്റ് പൊതുബോധം, പൊതുമനസ്സ് ഇതൊക്കെ വളരെ വിദേശത്ത് വെച്ച് നടക്കുകയാണെങ്കിൽ അവിടെ അതിന് ഒരു പ്രത്യേക രീതിയിലാണ് കാണുന്നത്. എന്താ ഈ കൊലപാതകത്തിൻ്റെ അവസ്ഥ? ഈ കൊലപാതകത്തിൻ്റെ മാത്രമല്ല,
ഇതിനുള്ള വലിയ ക്രൗഡ് പുള്ളിങ് ആയിട്ടൊക്കെ നമ്മൾ വലിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ വാങ്ങിയ നമ്മുടെ മുമ്പിൽ അടുത്ത കാലത്ത് നമ്മൾക്ക് 2 സംഭവം നമ്മളെ മുന്നിലുണ്ട്. ഒന്ന് അബ്ദുറഹീം എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ കൊലപാതകവുമായി 34 കോടി രൂപ ഈ മലയാളികൾ ശേഖരിച്ച് നൽകി. എന്നാൽ ഇതിന്റെ ഇടവും ബലവും എന്താണ്, ഇവരുടെ കുറ്റം എന്താണ് ഇവർ ചെയ്തത് എന്നതിനെ പറ്റി കോടതി എന്ത് പറയുന്നു എന്നുള്ളതൊന്നും നോക്കുന്ന രീതി നമുക്കില്ല. അതുപോലെ ഈ പറയുന്ന സ്ത്രീ അവർ ചെയ്ത കുറ്റം എന്താണ്, അത് ഇത്ര ഗൗരവമേറിയതാണ്, അതൊന്നും നോട്ടല്ല. അത് നമ്മൾ വിദേശത്തുള്ള നമ്മളുടെ ഒരു ആള് എന്ന് മാത്രമേ നോക്കുള്ളൂ. അതൊരു ശരിയായ നിലപാടല്ല. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം തന്നെ നമ്മൾ ആലോചിച്ച് നോക്ക്. ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഒരു പൗരനെ എന്തോ കാരണങ്ങൾ വിചാരിച്ചു, അവർക്ക് എന്ത് പ്രശ്നങ്ങളാണെങ്കിലും ശരി അവരെ ഇഞ്ചക്ഷൻ ചെയ്ത് അബോധാവസ്ഥയിലാക്കി, എന്നിട്ട് ആ മനുഷ്യനെ 110 കഷ്ണങ്ങളാക്കി മുറിച്ചു, എന്നിട്ട് അതൊരു ബാഗിലാക്കി അവിടുത്തെ ഒരു വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചു എന്നാണ് അവര് തന്നെ. ആ 110 എന്നുള്ള കണക്ക് എന്നല്ല, ധാരാളം അതതിൽ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിട്ട് അതിനെപ്പറ്റി പറയുന്ന കണക്കാണ്. കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് അവരൊരു വാട്ടർ ടാങ്കിൽ അതിനെ നിക്ഷേപിച്ച് ആ നാട്ടിൽ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു സംഭവം അത് നമ്മുടെ നാട്ടിലാണ് നടന്നതെന്നുണ്ടെങ്കിൽ എന്താ നമ്മളുടെ പ്രതികരണം ഉണ്ടാകുക? നമ്മൾ ആലോചിക്കണമല്ലോ. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കുറേ സംഭവം നടന്നണല്ലോ. ഉദാഹരണമായിട്ട് ഈ അഫ്ഫാൻ എങ്ങാനും വിദേശത്താണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇവിടെ പിരിവടക്കൽ അഫ്ഫാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നടന്നല്ലോ. അതെൻ്റെ ഉമ്മാനെയും ബാക്കിയുള്ളവരെയൊക്കെ കൊലപ്പെടുത്തി ഇപ്പൊ ജയിലിലാണ് അദ്ദേഹം. അഥവാ ഒരു വിദേശത്ത് ഗൾഫ് രാജ്യങ്ങളിലാണെങ്കിൽ ഇവിടെ മീഡിയയും നമ്മളും എല്ലാവരും ഇരയാക്കപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പിരിവ് നടത്തി കോടി കണക്കിന് പിരിച്ചു കൊടുക്കാൻ നമ്മൾ റെഡിയാകും. ഇതുപോലത്തെ ഒരുപാട് കേസ് ഉണ്ട്. ഇപ്പൊ ജോളിയെ സംബന്ധിച്ചിടത്തോളം ഷാബാ ഷെരീഫ് എന്ന നിലമ്പൂരുണ്ടായിരുന്ന ഒരാൾ, അയാൾ ഇതുപോലെ ചെയ്ത മറ്റൊരാളെ വെട്ടി നുറുക്കി പുഴയിൽ ഒഴുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് അയാളുടെ കേസ് തെളിയിക്കപ്പെട്ടത്. അങ്ങനത്തെ സംഗതി ഈ പറഞ്ഞ ഗോവിന്ദസ്വാമിയോ റിപ്പറോ ഗ്രീഷ്മേ ഈ അഫ്ഫാനോ ഈ പറയുന്ന ഷാബാ ഷെരീഫൊക്കെ അഥവാ ഗൾഫിൽ നിന്നാണ് ഈ സംഗതി ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവവും നമ്മുടെ നമ്മളുടെ നീതിബോധമൊക്കെ വേറൊരു രീതിയിൽ പോവാണ്. അപ്പോൾ അവരൊരു മഹത്വവൽക്കരിക്കപ്പെടുക. ഇനി അഥവാ ഈ സ്ത്രീ എങ്ങാനും ഈ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ നാട്ടിൽ വരുമ്പോൾ ഒരു താരമായിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലും നാട്ടിലും ഒന്നാകെ സ്വീകരണം നടത്തിക്കൊണ്ടുവരുന്ന ഒരു വിധാനത്തേക്ക് നമ്മുടെ ചിന്ത, നമ്മളുടെ ഈ നീതിബോധം താഴ്ന്നു പോയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹമില്ല. നമ്മുടെ മലയാളികളുടെ നീതിബോധം അതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ന്യായവും ഇല്ലാത്തൊരു സംഗതിയാണ്. അതാരായാലും അതുപോലെ തന്നെയാണ് റഹീമിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. റഹീമും ഇതിൽ വ്യത്യസ്തമല്ല. ആ കേസ് ഡയറി പരിശോധിച്ച് നോക്കിയാൽ അറിയാം. റഹീമും ഇതുപോലെ തന്നെ ഒരു ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ച് മാത്രം ശ്വസിക്കാൻ കഴിയുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്ന രീതിയിൽ ആ കുട്ടിയുടെ കൊണ്ട് നടക്കേണ്ട ആള് ചിലപ്പോൾ എന്തോ ഒരു പ്രശ്നത്തിന് പ്രകോപിതന് ദേഷ്യം പിടിച്ച് അത് വലിച്ചൂരിട്ടു എന്നാണ് അദ്ദേഹത്തിന്റെ മെഡിക്കൽ റിപ്പോർട്ടിലുള്ളത്. അത് വലിച്ചൂരിട്ടു. അങ്ങനെ ആ കുട്ടി മരിച്ചപ്പോൾ അയാൾ വേറൊരു കഥ പറഞ്ഞുണ്ടാക്കി. അയാളൊരു സുഹൃത്തിനെയും കൂട്ടിയിട്ട് വേറെ സ്ഥലത്ത് ഞങ്ങൾ പോകുമ്പോൾ വാഹനം കൊള്ളയടിക്കപ്പെട്ടു. അങ്ങനെ അതിൽ ഇവൻ തെറിച്ചു വീണു. അങ്ങനെ ഇവൻ അത് നഷ്ടപ്പെട്ട് മരിച്ചു. അതൊക്കെ കളവായിരുന്നു കൃത്യമായി ബോധ്യപ്പെട്ടു. അതിന്റെ മെഡിക്കൽ റിപ്പോർട്ടിലൊക്കെ പച്ച കളവാണ് എന്ന് കൃത്യമായി രേഖപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് വധശിക്ഷ നൽകുന്നത്. നമ്മളൊരു സംഗതി മനസ്സിലാക്കണം. ഈ ഇസ്ലാമിക രാജ്യങ്ങളിലെ കോടതികളിലെ നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമാണ്. വളരെ കൃത്യമായി അതിൻ്റെ എല്ലാ പഴുതുകളും നൽകി, ട്രാൻസ്ലേറ്റേഴ്സിന് നൽകി, എല്ലാം നൽകി അത് ശരിക്ക് കൃത്യമായി അനലൈസ് ചെയ്തിട്ട് ആണ് അവരൊരു വിധി പറയുക. പ്രത്യേകിച്ചും വധശിക്ഷ പോലത്തുള്ള സംഗതികൾ അങ്ങനെ അവർ വിധി പറയുള്ളൂ. അപ്പൊ അബ്രാഹിമിന്റെ ഈ കാര്യത്തിലും വധശിക്ഷ നൽകിയത് അദ്ദേഹം കുറ്റവാളിയാണ്, കൽപ്പിച്ചു കൂട്ടി ഈ കുട്ടിയെ കൊലപ്പെടുത്തി എന്ന് കൃത്യമായി കോടതി റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ രേഖപ്പെടുത്തി അങ്ങനെ വിധിച്ചതാണ്.
പക്ഷെ നമ്മുടെ നാട്ടിൽ 34 കോടി രൂപ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ ചിത്രവും മറ്റു കുറച്ച് സെന്റിമെന്റ്സ് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് അതിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മളുടെ പൊതുബോധം, നമ്മുടെ നീതിബോധം ഇത്തരം സംഗതികളിലൊക്കെ ഒന്ന് ഉയർന്ന് ചിന്തിക്കേണ്ടത്. വെറും മീഡിയകൾ ഇങ്ങനെ പറയുന്ന ഇത് തന്നെയാണ് ശരി, ഇതിനപ്പുറത്ത് യാതൊന്നുമില്ല എന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ മാറിയിട്ട് യാഥാർത്ഥ്യത്തിലൂടെ തന്നെ നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. അപ്പോൾ ഈ പറയുന്ന ഈ നമ്മളുടെ നാട്ടുകാരിയായ നേഴ്സിന്റെ കാര്യത്തിൽ അവരുടെ കുടുംബം ഇത്രയായിട്ട് പോലും അവരുടെ കുടുംബം ഇതുവരെ വരാത്തത് ഇത് നമ്മൾക്കാണെന്ന് ആലോചിച്ച് നോക്കുക. നമ്മളുടെ ഒരു ജ്യേഷ്ഠനെയോ അനിയനെയോ നമ്മുടെ ഉപ്പാനെയോ ആണ് കൊന്ന് കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ട് ബാഗിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു വാട്ടർ ടാങ്കിലൊക്കെ ഇട്ടൊരു അവസ്ഥ എന്നുണ്ടെങ്കിൽ നമ്മളാരെങ്കിലും മാപ്പ് കൊടുക്കും. അപ്പൊ മാപ്പ് കൊടുക്കാതിരിക്കണതിനെ പറ്റി എന്താണ് ഈ മനുഷ്യന്മാരുടെ മനസ്സ്, ഇങ്ങനെ കരഞ്ഞ് പറഞ്ഞിട്ട് പോലും മാപ്പ് കൊടുക്കാൻ സാധിക്കണില്ലല്ലോ. ആർക്കാ സാധിക്കാൻ? നമുക്ക് സാധിക്കോ? നിങ്ങൾക്ക് സാധിക്കോ? ആർക്ക് സാധിക്കും? അപ്പൊ അവനവന്റെ ഭാഗം കേരളത്തിൽ വെച്ച് ചെയ്താൽ അത് വലിയ കുറ്റവും കാര്യമാണ്. കേരളത്തിന്റെ പുറത്ത് വെച്ച് ചെയ്യുകയാണെങ്കിലോ അത് ഏറ്റവും വലിയ നമ്മളൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് എങ്ങനെയെങ്കിലും അവരെ രക്ഷിച്ചിങ്ങോട്ട് കൊണ്ടുവരണ മാനുഷികമായ പ്രശ്നം, അതുപോലെ ദയയുടെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് നമ്മളുടെ ചാനലുകൾ പറഞ്ഞ് നമ്മളുടെയൊക്കെ മനസ്സിൽ കുത്തി നിറച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ വിശകലനം ചെയ്ത് മനസ്സിലാക്കി പഠിക്കേണ്ടവരാണ് നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ ഒഴുക്കിനനുസരിച്ച് ഇങ്ങനെ ഇവരുടെ പിന്നാലെ ഓടേണ്ടവരല്ല. എല്ലാ വിഷയവും അങ്ങനെയാണ്. ഏത് വിഷയവും ചാനലുകൾ നമ്മൾക്ക് എല്ലാം വിഷയം ശരിയാക്കി തരികയാണ്. അതൊന്ന് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ സത്യം ഇന്നതാണല്ലോ. വളരെ ചുരുക്കം ചില ആളുകൾ ഇതിൻ്റെ സത്യാവസ്ഥ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചില വീഡിയോസൊക്കെ ഇട്ടതൊക്കെ കാണുകയുണ്ടായി. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ വിശുദ്ധ ഇസ്ലാം പടച്ചോൻ പറഞ്ഞ പോലെ ഒരു റഹ്മത്ത്, അള്ളാഹിന്റെ റഹ്മത്തിന്റെയും ഒരു തഖ്ഫീഫിന്റെ ഒക്കെ ഭാഗമായിക്കൊണ്ട് ഇത്തരം ആളുകളുടെ കുടുംബങ്ങൾക്ക് ഇവരെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ട മാർഗങ്ങൾ സ്വീകരിക്കാം. അപ്പോൾ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അതേ രീതിയിൽ അതിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നമ്മുടെ പൊതുബോധം എന്താകണം എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോൾ ഇതിലൊക്കെ മതപരമായി എന്തൊക്കെയാണ് നമ്മളോട് മതം പറയുന്നത്, ഇസ്ലാം പറയുന്നത് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നല്ലൊരു ധാരണയും അതിനനുസരിച്ചുള്ള ഒരു നിലപാടും നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد. നമ്മളൊന്നും ആരും ഒരാളെയും കൊല ചെയ്യുന്ന ആളുകളൊന്നും അല്ല. പക്ഷെ അബദ്ധത്തിൽ ചിലപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്നൊക്കെ ചില ആളുകൾ മരിക്കാനിട വരും. പ്രത്യേകിച്ചും വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും അവരുടെ വാഹനം അവരറിയാതെ ആരെങ്കിലും ഇടിച്ച് അങ്ങനെ അയാൾ മരണപ്പെടുന്ന അവസ്ഥ വരും. അങ്ങനത്തെ അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. അത് വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതെന്താണ്? വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ, ഒരു ഖത ആയിക്കൊണ്ട് നമ്മൾ അറിയാതെ അബദ്ധത്തിൽ ഒരു കൊല നമ്മുടെ അടുക്കുന്നുണ്ടായാൽ അതിനെപ്പറ്റി ഖുർആൻ അങ്ങനെ പറയാണ്, വൈൻ കാന മിൻ ഖൗമിൻ ബൈനക്കും വബൈനഹും മീസാഖ്. ഒരു മീസാഖ്, കരാറ് പരസ്പരം നിലനിൽക്കുന്ന ഒരു കൗമിൽപ്പെട്ടവരാണ് ഇങ്ങനെ മരിച്ചത് എന്നുണ്ടെങ്കിൽ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ ഇന്ത്യ രാജ്യത്തിലെ പ്രജകളെല്ലാം ഈ പരിധിയിൽപ്പെടുന്നവരാണ്. നമ്മളൊക്കെ ഇവിടെ ജീവിക്കുന്നത് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മീസാക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിലെ ഇന്ത്യൻ പൗരന്മാർ എന്ന നിലക്ക് ഓരോ രാജ്യത്തിനും അങ്ങനെ തന്നെ ആ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്ക് അനുസരിച്ച് ഉള്ളവരാണ്. അങ്ങനത്തെ ആളുകളൊക്കെ ഉൾപ്പെടുന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ഈ ആയത്തിൻ്റെ പരിധിയിൽ അവരൊക്കെയാണ് ഉൾപ്പെടുക. അതായത് ഈ പരിധിയിൽ നിന്ന് പുറത്തു പോകുന്നത് യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിലുള്ള ആളുകളാണെങ്കിൽ അതിന് വേറെ നിയമമാണ്. അപ്പോൾ ഫലസ്തീനിലുള്ള ആളുകളും ഇസ്രായേലും തമ്മിലുള്ള
ഒരു വിഷയത്തിന് അവിടെ ഒരാളെ കൊന്നോ മറ്റൊക്കെ ചെയ്താൽ അതിനെന്താ അത് വേറെ വിഷയമാണ്. അതല്ലാതെ സമാധാനത്തോടു കൂടി ജീവിക്കുന്ന രാജ്യങ്ങളിൽ വസിക്കുന്ന ആളുകളിൽ ഏതെങ്കിലും ഒരാളെ അബദ്ധത്തിൽ നമ്മളുടെ പ്രവൃത്തി കൊണ്ട് കൊല ചെയ്യപ്പെട്ടൊരവസ്ഥ ഉണ്ടായാൽ ഫദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലി, ഒന്ന് ആ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് നിങ്ങൾ നഷ്ടപരിഹാരം നൽകണം. ആ നഷ്ടപരിഹാരം നമ്മുടെ നാട്ടിൽ ആ നഷ്ടപരിഹാരം ഈ ഇൻഷുറൻസ് ഒക്കെ ശരിക്ക് കവർ ചെയ്യണ ഒരു സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ആ നഷ്ടപരിഹാരം ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും. അതിനുള്ള നഷ്ടപരിഹാരം അതൊരു സൗകര്യമാണ്. അതുകൊണ്ട് വാഹനങ്ങളൊക്കെ നമ്മൾ ആ അർത്ഥത്തിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസും ഇല്ലാത്ത രീതിയിൽ വാഹനങ്ങൾ പോയിട്ട് അതൊക്കെ ഒരു കുറ്റകരമായ സംഗതിയാണ്. അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുക എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ആ രീതിയിലുള്ള സംഗതിയൊക്കെ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ആ കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അവർക്ക് കൊടുക്കേണ്ട നഷ്ടപരിഹാരം അത് നമ്മളെ നാട്ടിൽ മാന്യമായ രീതിയിലാണെങ്കിൽ ഇൻഷുറൻസ് കമ്പനി കൊടുത്തോളും. എന്നാൽ ഈ കൊലക്ക് കാരണക്കാരനായ വ്യക്തി ഉണ്ടല്ലോ, അയാളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ പറഞ്ഞു വതഹരീറു റഖബത്തിൻ മുഅ്മിന, അവൻ ഒരു മുഅ്മിനായ ഒരു അടിമയെ മോചിപ്പിക്കണം. ഇപ്പോൾ ഒരു അടിമനെ ഇപ്പോൾ നമുക്ക് മോചിപ്പിക്കാൻ കിട്ടൂലല്ലോ. ഇപ്പോൾ ഒരു അടിമ ഉണ്ട് നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു അടിമനെ മോചിപ്പിക്കാൻ കിട്ടില്ല. അതിനില്ലെങ്കിൽ ഫലം യജിദ്, അങ്ങനെ ഒരു അടിമ കിട്ടാനൊന്നുമില്ലെങ്കിൽ ഫസിയാമു ശഹ്റൈനി മുതതാബിഅൈനി, 2 മാസം തുടർച്ചയായി നോമ്പ് വയ്ക്കണം. 2 മാസം തുടർച്ചയായി. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്നൊരു കയ്യബദ്ധത്തിന് ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായി ഒരാൾ മരിക്കാനിടയായി, ആരായാലും ഈ രാജ്യത്തെ ഏതൊരു വ്യക്തി മരിക്കാനിടയായാലും ഇൻഷുറൻസ് തുക നൽകിക്കഴിഞ്ഞാലും നമ്മുടെ മുന്നിൽ ബാധ്യത കിടക്കുന്ന ഒരു സംഗതി ഉണ്ട്. അതെന്താണ്? ഏറ്റവും ചുരുങ്ങിയത് 2 മാസം തുടർച്ചയായി അവൻ നോമ്പനുഷ്ഠിക്കണം. തൗബത്തം മിനല്ലാഹ്, ഒക്കെ വിശ്വാസികളെ സംബന്ധിച്ചാണ് കേട്ടോ. തൗബത്തം മിനല്ലാഹ്, അള്ളാഹുവിങ്കിൽ നിന്നുള്ളൊരു പശ്ചാത്താപം സിദ്ധിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അള്ളാഹിൻ്റെ തൗബ കിട്ടുന്നതിന് വേണ്ടി. വഖാന അല്ലാഹു അലീമൻ ഹക്കീം, അള്ളാഹു കാര്യങ്ങളെ പറ്റി അറിയണവനും അതുപോലെ യുക്തിമാനുമാണ്. സൂറത്തു നിസായിലെ 92-ാമത്തെ വചനമാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഏതെങ്കിലും ഇപ്പോൾ ചില ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവുമല്ലോ. നമുക്കൊക്കെ എപ്പോഴാണ് എങ്ങനെയാണ് ഒരു അപകടം പറ്റി നമ്മുടെ കയ്യബദ്ധം കൊണ്ട് ഒരാൾ മരിച്ചുപോയി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ഇൻഷുറൻസ് തുക അവർ നൽകിക്കഴിഞ്ഞാലും നമ്മൾ 2 മാസം തുടർച്ചയായി നോമ്പ് നോൽക്കേണ്ടതുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തുമാണ്. നമ്മിൽ നിന്ന് വന്നു പോകുന്ന ചെറുതും വലുതുമായ പോരായ്മകൾ, അബദ്ധങ്ങൾ അവൻ നമുക്ക് പുറത്ത് മാറ്റാൻ ഈ ലോകത്തും പരലോകത്തും സുഖവും സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിതം നമുക്ക് നൽകാൻ ശേഷം ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم يا